എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പലവരും സംസാരിച്ചിട്ടുള്ളത് ആണെങ്കിലും വളരെ അത്യാവശ്യമായ മറ്റൊരു വിഷയമാണ് ഇവിടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മ സ്നാനത്തോട് ബന്ധപ്പെട്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ തീ കൊണ്ടുള്ള സ്നാനത്തെക്കുറിച്ചാണ്. പല ആളുകളും മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ പറഞ്ഞ, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞ വാക്യത്തെ തെറ്റായ നിലയിൽ ഗ്രഹിക്കുകയും ആ നിലയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ യോഹന്നാൻ പറഞ്ഞത് എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത ചില ആളുകളാണ് ഈ നിലയിൽ തെറ്റായ വ്യാഖ്യാനവുമായി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞ ഈ വചനത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? ഈ പറയപ്പെടുന്ന അഗ്നിസ്നാനം അത് വിശ്വാസികൾക്കാണോ അതോ അവിശ്വാസികൾക്കാണോ? എപ്പോഴാണ് ഈ അഗ്നിസ്നാനം നൽകപ്പെടുന്നത്? ആരാണ് അഗ്നിസ്നാനം നൽകുന്നത്? ആർക്കാണ് അഗ്നിസ്നാനം ലഭിക്കുന്നത്? ഇത്യാദി കാര്യങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്കാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, യോഹന്നാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി വന്ന ഒടുവിലത്തെ പ്രവാചകനാണ്. യോഹന്നാൻ പറഞ്ഞു, യഹൂദിയ മരുഭൂമിയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുന്നു, എന്നാൽ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഈ വചനഭാഗമാണ് ചില കരിസ്മാറ്റിക് വിശ്വാസികൾ ഫയർ 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 എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ അലറി റിസീവ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഫയർ ഫയർ ഫയർ, റിസീവ് 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 എന്ന് ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ രണ്ടു കാര്യങ്ങളാണ് യോഹന്നാൻ പറയുന്നത്. ഐ ബാപ്റ്റൈസ് യു ഇൻ ദ വാട്ടർ, ബട്ട് there comes one after me, he is greater than me and stronger than me, he will baptize you in the spirit also in the fire. എന്റെ പിന്നാലെ വരുന്നത് നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മ സ്നാനം എന്താണെന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ അഗ്നിസ്നാനത്തെ കുറിച്ചാണ് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപറ്റം വിശ്വാസികൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനത്തോട് ചേർന്ന് ലഭിക്കുന്ന മറ്റൊരു അനുഭവമാണ് അഗ്നിസ്നാനം എന്നാണ്. അത് അങ്ങനെ പ്രസംഗിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കൺവെൻഷൻ ഒരിക്കൽ ഞാൻ സംബന്ധിക്കുമ്പോൾ ഒരു പാസ്റ്റർ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ഇന്ന് രാത്രി ദൈവം ചിലരെ തീയിൽ സ്നാനപ്പെടുത്താൻ പോവുകയാണ്, അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഇവിടെ പ്രത്യക്ഷമാകാൻ പോവുകയാണ്, തീയിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി ആ അനുഭവം വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, മുമ്പോട്ട് വരിക എന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്നത് ഞാൻ കേട്ടു. ഈ വചനാംശം എന്താണ് യോഹന്നാൻ പറയുന്നത്? യോഹന്നാൻ യഹൂദന്മാരുടെ ഒരു പൊതുസമൂഹത്തോടാണ് സംസാരിക്കുന്നത്. യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി തനിക്ക് വഴിനിരത്തുവാൻ വന്നവനാണ്. അപ്പൊ യഹൂദ മരുഭൂമിയിൽ യോഹന്നാൻ വന്നിട്ട് അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കുവാനും മെസ്സിയായുടെ ആഗമനത്തിനായി ജനത്തിന്റെ ഹൃദയത്തെ ഒരുക്കുവാൻ വേണ്ടിയുമാണ് തനിക്ക് മുമ്പായി അയച്ച ദൂതൻ എന്ന നിലയിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനത്തിന്റെ നിവൃത്തിയായി, ഞാൻ എനിക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കും, അവൻ നിങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് പറഞ്ഞ വചനപ്രകാരം യോഹന്നാൻ രംഗത്ത് വരുന്നത്. യോഹന്നാനും കർത്താവായ യേശു ക്രിസ്തു തമ്മിലുള്ള പ്രായവ്യത്യാസം സുമാർ 6 മാസക്കാലമാണ്.
6 മാസം യോഹന്നാൻ മൂത്തതാണ്, 6 മാസം ഇളയാണ് യേശു ക്രിസ്തു. ഈ യോഹന്നാന്റെ അടുക്കൽ മാനസാന്തര സ്നാനം കഴിപ്പിച്ചുകൊടുത്ത യോഹന്നാന്റെ അടുക്കൽ തടിച്ചുകൂടിയത് യഹൂദന്മാരുടെ ഇടയിലെ ഒരു വലിയ സമൂഹമാണ്. അതിൽ പരീശന്മാര്, ന്യായശാസ്ത്രിമാര്, സാധൂക്യര്, ചുങ്കക്കാര്, എരിവുകാര്, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗക്കാരും കൂടിയിട്ടുണ്ട്. യഹൂദ പൊതുസമൂഹമാണ് യോഹന്നാന്റെ അടുക്കൽ വരുന്നത്. യോഹന്നാൻ അവരെ നോക്കി പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുകയാണ്. എന്നാൽ എന്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. ഇത് കേട്ടപ്പോൾ ഈ നമ്മുടെ ചില ആളുകൾ ഇന്ന് ചിന്തിക്കുന്ന പോലെ അന്നത്തെ യഹൂദന്മാര് തങ്ങൾക്ക് അഗ്നിസ്നാനം ലഭിക്കും എന്ന് ചിന്തിച്ചിരുന്നില്ല. ഇവിടെ 2 കാര്യങ്ങൾ കർത്താവായ യേശു വരുമ്പോൾ ചെയ്യാൻ പോകുന്നത് പറയുകയാണ്. ഈ 2 കാര്യങ്ങൾ തമ്മിൽ സഹസ്രാബ്ദങ്ങളുടെ അന്തരവുമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിലെ പല പ്രവചനങ്ങൾക്കും ഒരു വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വാക്യത്തിന്റെ നിവർത്തിക്ക് 2 അന്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 അന്തങ്ങളുണ്ട്. ഇവിടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തില് ദുഃഖിതർക്ക് ആശ്വാസം പകരുവാൻ, സിയോനിലെ ദുഃഖിതന്മാർക്ക് ആനന്ദമാല നൽകുവാൻ, അങ്ങനെ യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നൊക്കെ എഴുതപ്പെടുന്ന പലരും നാം കാണുന്നുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ യേശു പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. ശുശ്രൂഷക്കാരൻ അവന് വായിക്കാൻ കൊടുത്തു. അവൻ വായിച്ചത് യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും യഹോവയായ ദൈവം എന്നെ അയച്ചിരുന്നുള്ള വേദഭാഗമാണ്. അതിനോട് തൊട്ടു താഴെ പ്രതികാര ദിവസം ഇട്ടുണ്ട്, അത് ആ ഭാഗം വായിച്ചില്ല. ഈ ആദ്യ ഭാഗം വായിച്ച ശേഷം നമ്മൾ വായിക്കുന്നത് ഈ കർത്താവ് ആ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചു എന്നാണ്. അപ്പൊ വാസ്തവത്തില് പല പ്രവചനങ്ങൾക്കും അംശനിവൃത്തിയായും ഭാവി നിവൃത്തിയായും 2 വശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ യോഹന്നാൻ പറയുന്ന ഈ വാക്കും ഒരു പ്രവചനമാണ്. യോഹന്നാൻ പ്രവാചകനാണല്ലോ. അദ്ദേഹം പറയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. അതിന്റെ വിശദീകരണം ഇവിടെ യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 10-ാം വാക്യത്തിൽ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നു. താഴോട്ട് പറയാണ്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വയ്ക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും ചെയ്യും. അപ്പൊ ഇവിടെ പറയുന്ന വിഷയം 2 കൂട്ടം ആളെ കുറിച്ചാണ്. 1 നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം, 2 ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം. 1 ഗോതമ്പ്, മറ്റേത് പതിര്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീയിലിടുകയാണ്. അതുപോലെ തന്നെ കളപ്പുരയെ മുറ്റും വെടിപ്പാക്കിയിട്ട് പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയാണ്. യോഹന്നാൻ സംസാരിക്കുന്ന ഈ ആളുകളോട് യോഹന്നാൻ വളരെ സംശുദ്ധവും ലളിതമായ ഭാഷയിൽ പറയുകയാണ്, എന്റെ പിന്നാലെ വരുന്നവനിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നോട് പറയുകയും ചെയ്തു. പിന്നാലെ വരുന്നവനാണ് രക്ഷയ്ക്കായി വിശ്വസിക്കേണ്ടത്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി സ്നാനപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അവരോട് പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവരിൽ വിശ്വസിക്കുന്നവർക്ക് എന്തോ ലഭിക്കും? അവർ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീരും. 2, അവരെ ഗോതമ്പ് പോലെ അവരെ പാറ്റി കളപ്പുരയിൽ ചേർത്ത് വയ്ക്കും. ഇവിടെ കർത്താവിനുള്ളവരെ കർത്താവ് കൊടുത്തിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ ആകാത്ത ഫലം കായ്ക്കുന്നവർ, അതായത് മാനസാന്തരപ്പെടാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ, അവരെ വേണ്ടി തീയിൽ ഇട്ട് ചുട്ടുകളയും. അതുപോലെ തന്നെ പറയുകയാണ്, പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയും. അപ്പം ഗോതമ്പും പതിരുമായി ഈ കളത്തെ വീശി വെടിപ്പാക്കുന്നു. ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വെക്കുന്നു, പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വെക്കുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധാത്മ സ്നാനം. അത് ലഭിക്കുന്നത് തന്റെ പിന്നാലെ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ്. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നതാണ് ശിക്ഷാവധി അല്ലെങ്കിൽ നരകം. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് ലഭിക്കുന്ന ഫലമാണ്. ഇനി ഞാന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ വരേണ്ട ആവശ്യമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ ആത്മരക്ഷയ്ക്കായി വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മ സ്നാനവും, കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷിതാവിനെ വിശ്വസിക്കാത്തവർക്ക് അഗ്നിസ്നാനവും അല്ലെങ്കിൽ നരക ശിക്ഷാവധി. വളരെ വേഗത്തിൽ ഞാൻ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അവിടെ നാം വായിക്കുന്നു, അവിടെ ഞാൻ വലിയൊരു സിംഹാസനവും വെള്ള സിംഹാസനവും അതിന്മേൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു.
അവന് ന്യായവിസ്താരത്തിനുള്ള അധികാരം നൽകപ്പെട്ടു. അവന്റെ മുമ്പാകെ പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. ജീവപുസ്തകം എന്ന് പേരെഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിന് തൊട്ടു മുമ്പ് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, ആ ലോകാരംഭം മുതൽ മരിച്ച സകല ദുഷ്ടന്മാരായ ആളുകളും അവന്റെ മുമ്പാകെ ഉയർത്തെഴുന്നേറ്റ് വിസ്താരത്തിനായി നിന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്ന പ്രവൃത്തിക്കടുത്ത വിധിയാണ് ഉണ്ടായത്. ഓരോ പാപികളും, എല്ലാ പാപികളും ശിക്ഷയ്ക്ക് യോഗ്യന്മാരാണെങ്കിലും ഓരോ പാപികളുടെയും ശിക്ഷയുടെ ഇന്റൻസിറ്റിക്ക് വ്യത്യാസമുണ്ട്, അതിന്റെ ഗൗരവത്തിന് വ്യത്യാസമുണ്ട്. വെറും ഒരു കള്ളം പറയുന്നവനും ഒരു കൊലപാതകം ചെയ്തതിനും വ്യഭിചാരിക്കും കിട്ടുന്ന ശിക്ഷ ഒരുപോലത്തെ ആയിരിക്കില്ല. നരകം അതിൽ തന്നെ നരകമാണ്, തീയാണെന്ന് പറഞ്ഞാലും അതിന്റെ ഇന്റൻസിറ്റിക്ക് വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെ പ്രവൃത്തികൾ കുറിച്ച് വെച്ചിരുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇരിക്കുന്ന പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. എന്നാൽ വളരെ വ്യക്തമായി അവിടെ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. വെളിപ്പാട് 20:14. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. ഇവിടുത്തെ പറയപ്പെടുന്ന അഗ്നിസ്നാനം എന്ന് പറയുന്നത് അതാണ്. യോഹന്നാൻ ഇത് പ്രസംഗിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് തൊട്ടു മുമ്പാണ്. കർത്താവായ യേശു പരസ്യ ശുശ്രൂഷ ചെയ്ത് അവൻ സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് ഇപ്പോൾ 2026 വർഷങ്ങൾ കഴിഞ്ഞു. 2026 വർഷങ്ങൾക്ക് മുമ്പാണ് യോഹന്നാൻ പറയുന്നത്, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവനിൽ നിങ്ങൾ വിശ്വസിക്കണം, അവൻ എന്നേക്കാൾ ബലവാനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? പരിശുദ്ധാത്മ സ്നാനം ലഭിക്കും. അത് ശരിയാണ്. നമ്മൾ തിരുവഴുത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. പരിശുദ്ധാത്മ സ്നാനം രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരമായ സാർവത്രിക സഭയോട് ചേർക്കുവാൻ കർത്താവായ യേശു നമ്മുടെ ആത്മമണ്ഡലത്തിൽ ചെയ്യുന്ന അദൃശ്യമായ ഒരു പ്രവൃത്തിയാണ്. പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിയെ തന്റെ ശരീരമായ സഭയുടെ അംഗമാക്കി തീർക്കുവാൻ അവനെ പരിശുദ്ധാത്മാവിൽ നിമജ്ജനപ്പെടുത്തുന്നു. ഇതിനെ ആത്മസ്നാനം എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ് അതിന്റെ വിശദീകരണം. യഹൂദന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഏകാത്മസ്നാനം, ഏകാത്മപാനം, അതിന്റെ കാരണം ഏക ശരീരമാക്കുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെടുന്ന യഹൂദനെയും രക്ഷിക്കപ്പെടുന്ന യവനായനെയും ക്രിസ്തു ശരീരത്തിലാക്കി തീർക്കാൻ വേണ്ടി കർത്താവ് നൽകുന്ന പ്രവൃത്തിയാണ് ആത്മസ്നാനം. അത് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ആത്മസ്നാനം ഉണ്ടെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. എന്നാൽ രക്ഷിക്കപ്പെടാത്തവർക്ക് ലഭിക്കുന്ന സ്നാനമാണ് അഗ്നിസ്നാനം. അതാണ് വെളിപ്പാട് 20:14 വായിക്കുന്നത്. മത്തായി 3:14-13 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് തന്നെയാണ്. അവൻ വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വയ്ക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും ചെയ്യും. ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വയ്ക്കുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധാത്മ സ്നാനം. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നതാണ് അഗ്നിസ്നാനം. ഇത് മനസ്സിലാക്കാൻ കഴിയാതെയാണ് ഈ സ്റ്റേജിൽ വന്നിട്ട് ഫയർ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാസ്റ്റേഴ്സ് അലറുന്നത്. ഒരു രാത്രി മുഴുവനും 2 രാത്രി മുഴുവനും 1 ആണ്ട് മുഴുവനും അലറിയാലും ദൈവം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അഗ്നിസ്നാനം നൽകിയില്ല. ഉദാഹരണം പറയാം. ഒരു വീട്ടിലെ ഒരു കൊച്ചുകുഞ്ഞ്, അതിന് 3 വയസ്സ് 3.5 വയസ്സ് പ്രായമുണ്ട്. 3.5 വയസ്സ് പ്രായമുള്ള ഈ കൊച്ചുകുഞ്ഞ് അതിന്റെ അമ്മ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, വെളിച്ചുള്ള കട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, മൂർച്ചുള്ള കത്തികൊണ്ട്. പിച്ചാത്തിതായോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു. പിച്ചാത്തിതായോ എന്ന് പറഞ്ഞ് കൊച്ചു നിലവിളിച്ചപ്പോൾ അമ്മ ആ കൊച്ചിന് പിച്ചാത്തി കൊടുത്തില്ല. ഈ കൊച്ച് ദീർഘ സമയം എനിക്ക് പിച്ചാത്തിതായോ പിച്ചാത്തിതായോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. പക്ഷെ അമ്മ അത് കൊടുത്തില്ല, കൊടുക്കുകയുമില്ല. അമ്മയ്ക്കറിയാം മൂർച്ചയുള്ള ഈ കത്തി 3.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ കൊടുത്താൽ അത് ശരീരം വെട്ടിമുറിക്കും. ഒരുപക്ഷെ കുഞ്ഞ് മരിച്ചു പോകാനും സാധ്യതയുണ്ട്. ഈ അപകടം മനസ്സിലാക്കി അമ്മ ഒരിക്കലും ഈ കത്തി കൊടുക്കുകയില്ല. ഇങ്ങനെ വളരെ കരഞ്ഞ് ഈ കുഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങി. സന്ധ്യയായി കഴിഞ്ഞപ്പോൾ അതിന്റെ അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോൾ അച്ഛന്റെ ശബ്ദം കേട്ട ഉടനെ ഈ കൊച്ച് ഞെട്ടി ഉണർന്നിട്ട് കൊച്ച് ഉടനെ പറയാണ്, കരയാൻ തുടങ്ങി. ഉടനെ അച്ഛൻ ചോദിച്ചു, എന്തിനാണ് ഈ കുഞ്ഞ് കരയുന്നത്? അവ തള്ള പറഞ്ഞു, പിന്നെ ഇതിനോട് പിച്ചാത്തി ചോദിച്ചു, ഞാൻ കൊടുത്തില്ല, അതിനാണ്. അപ്പൊ എന്നറിയാമോ, ഈ അപ്പം ചെന്നിട്ട് ഈ കൊച്ചിന്റെ അലമുറയിട്ട ശബ്ദം സഹിക്കാൻ വയ്യാതെ, ചെവിയുടെ കല്ല് പൊട്ടിപ്പോകുന്ന ശബ്ദം സഹിക്കാൻ വേണ്ടിട്ട് മൂർച്ചയില്ലാത്തൊരു പഴയ വെട്ടരുവ കൊണ്ടുവന്ന് ഈ കൊച്ചിലേക്ക് കൊടുത്തു. അപ്പൊ ഈ കൊച്ചു പറയാണ്, എനിക്ക് ഇന്നലെ പിച്ചാത്തി വേണം, ഇന്നലെയാണെന്ന് കരഞ്ഞത്, ഇന്നലെ പിച്ചാത്തി വേണം എന്ന് പറഞ്ഞ പോലെ ഈ സ്റ്റേജിൽ വന്നിട്ട് ചില പാസ്റ്റർമാര്
ഫയർ 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 എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ കളിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്കും ഈ അഗ്നിസ്നാനം ലഭിക്കുകയില്ല. അഗ്നിസ്നാനം ആർക്കാണെന്ന് വളരെ വ്യക്തമായി യോഹന്നാൻ പറഞ്ഞു. ആർക്കാണ്? ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വീശുന്നു. ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ എല്ലാം വെട്ടി തീയിലിട്ട് കൊള്ളുകയും. അപ്പൊ ആകാത്ത ഫലം കായ്ക്കുന്ന ദുഷ്ടന്മാരാണ്. അവരെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവം പറഞ്ഞു, കാറ്റ് പാറ്റുന്ന പതർ പോലെ എത്ര എന്ന് 2-ാം സംഘങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, 1-ാം സംഘങ്ങളില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ കർത്താവിന്റെ ന്യായാസം മുമ്പാകെ, അതായത് വെള്ളസിംഹാസന ന്യായാസം മുമ്പാകെ ലോകസ്ഥാപനം മുതൽ രക്ഷിക്കപ്പെടാത്ത, വീണ്ടെടുക്കപ്പെടാത്ത സകല മനുഷ്യരും എഴുന്നേറ്റ് പ്രത്യക്ഷയാകും. അങ്ങനെ കർത്താവ് ന്യായാധിപനായി തന്റെ സിംഹാസനത്തിലിരിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6 കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വെള്ള സിംഹാസനം ഇരുന്നുകൊണ്ട് തന്റെ മുമ്പാകെ ആവാലവൃത്തം മരിച്ചടക്കപ്പെട്ടവരായി ആയ ആളുകൾ ഉയർത്തെഴുന്നേറ്റ് അവന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ വൃത്താന്തങ്ങൾ എഴുതിക്കുന്ന പുസ്തകങ്ങൾ പ്രകാരം ന്യായം വിധിക്കും. ഒരു പുസ്തകം തുറന്നു നോക്കും, പ്രത്യേകിച്ച് അതിന്റെ പേര് ജീവന്റെ പുസ്തകം എന്നാണ്. അവിടെ വെളിപ്പാട് 20:14 വായിക്കുന്നത്, എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ഇനിയും നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾക്ക് അഗ്നിസ്നാനം വേണോ വേണ്ടയോ എന്ന്. ഒരാണ്ട് മുഴുവൻ രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ എനിക്ക് അഗ്നിസ്നാനം വേണം, അഗ്നിസ്നാനം തായോ എന്ന് പറഞ്ഞ് നിലവിളിച്ചാലും സ്നേഹനിധിയായ ദൈവം രക്ഷിക്കപ്പെട്ടവർക്ക് അഗ്നിസ്നാനം നൽകുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെടാതെ സഭാ കൂട്ടായ്മയിലുള്ള, രക്ഷിക്കപ്പെടാതെ കർത്താവിന്റെ മേശ പങ്കുകൊള്ളുന്ന, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട, രക്ഷിക്കപ്പെടാതെ സഭാവിശ്വാസിയായിരുന്ന, രക്ഷിക്കപ്പെടാതെ പ്രസംഗിച്ച, രക്ഷിക്കപ്പെടാതെ ആത്മീയ ശുശ്രൂഷ ചെയ്ത എല്ലാ പുള്ളികളും ഈ വെള്ളസിംഹാസനം മുമ്പാകെ വരും. അങ്ങനെ അവിടെ വെച്ച് അവർ ന്യായം വിധിക്കപ്പെടും. അവരെ നാം വായിക്കുന്നു, തീപ്പൊയ്യിലേക്ക് കർത്താവ് തള്ളിയിടും. ഈ തീപ്പൊയ്ക 2ാം മരണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യോഹന്നാൻ പറഞ്ഞ അഗ്നിസ്നാനം ലഭിക്കുന്നത് 2ാം മരണത്തിന് യോഗ്യതയുള്ള അവിശ്വാസികളായ രക്ഷിക്കപ്പെടാത്ത ജനതയ്ക്കാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് ആത്മസ്നാനം മാത്രമേ ഉള്ളൂ. ഈ 2 കാര്യങ്ങൾ ഒരു വാക്യത്തിന്റെ 2 ഘടകങ്ങളായി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് രണ്ടും വിശ്വാസിക്കുള്ളതാണെന്നാണ് വേദപുസ്തകം മനസ്സിലാക്കാത്ത ആളുകൾ തെറ്റായി ധരിച്ചിരിക്കുന്നത്. അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് അഗ്നിസ്നാനം. അതുതന്നെ ഞാൻ കേട്ട പ്രസംഗത്തില്, ഇന്ന് രാത്രി ദൈവം തന്റെ അഗ്നിയിൽ ചിലരെ ഇവിടെ നിമജ്ജനപ്പെടുത്താൻ പോവുകയാണ്. ദൈവം ആരെയും തീയിൽ നിമജ്ജനപ്പെടുത്തുകയില്ല. തീയ് ശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ ന്യായവിധിക്കും വേണ്ടി ഉള്ളതാണ്, എതിരുകളെ ദഹിപ്പിക്കാനുള്ളതാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എബ്രായലേഖനം 10:26 മുതൽ വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത്, ഇനിയും ദൈവത്തിന്റെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അനാദരിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകളെയും കഷ്ടതകളെയും തൃണവല്ലിൽ ഗണിച്ചുകൊണ്ട് ദൈവത്തിനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി തീരും എന്ന് അറിയുക എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അടുത്ത വാണിംഗ്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അപ്പൊ ദൈവത്തിന്റെ ദഹനാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നത് രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികളായ പാപികളാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും ഈ അഗ്നിസ്നാനം ലഭിക്കുകയില്ല. ആ രക്ഷിക്കപ്പെട്ടവർക്ക് ആത്മസ്നാനവും രക്ഷിക്കപ്പെടാത്തവർക്ക് അഗ്നിസ്നാനവും ലഭിക്കും. ഇത് കേട്ട ശേഷവും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇത് കേട്ട ശേഷവും പറയും, വളറങ്കാരുടെ ഉപദേശം പഠിപ്പിക്കുക, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയില്ല, അഗ്നിസ്നാനം ഞങ്ങളുടെ അനുഭവമാണ്. ഇത് മാത്രമല്ല, ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തോട് വലിയ ചൂട് അനുഭവപ്പെട്ടു എന്നൊക്കെ എന്നോട് ചില പറഞ്ഞിട്ടുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ശരീരത്തിന് ചൂട് അനുഭവപ്പെടുകയില്ല. നല്ല ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ശരീരത്തിന് ചൂട് അനുഭവപ്പെടും. ഞാനിപ്പോ ഇവിടെ എന്റെ ഈ മുറിയിൽ ലൈബ്രറിയിൽ നിന്നുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഫാൻ കറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ശബ്ദം കേൾക്കും എന്നുള്ളതുകൊണ്ട് അത് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവ് കയറിയതുകൊണ്ടല്ല, പിന്നെ അഗ്നിസ്നാനം ലഭിച്ചുകൊണ്ടുമല്ല, ഇവിടെ ഈ ഫാൻ ഇടാതിന്റെ കീഴിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ആത്മസ്നാനമുണ്ട്,
ആത്മസ്നാനത്താൽ അവർ ക്രിസ്തുവിന്റെ മാർമിക ശരീരത്തിന്റെ അവയവങ്ങളായി മാറ്റപ്പെട്ടിരിക്കുന്നു. അതൊരിക്കൽ മാത്രമായി സംഭവിക്കുന്ന കാര്യമാണ്. ആത്മസ്നാനത്തിന്റെ വിശദീകരണം പറയുമ്പോൾ രണ്ട് വ്യാഖ്യാനമുണ്ട്. ഒന്ന്, ഹിസ്റ്റോറിക്കലി പെന്തക്കോസ്താണല്ലോ സംഭവിച്ചുവെന്നും അന്നുണ്ടായ സഭയോട് രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ പരിശുദ്ധാത്മാവ് ചേർക്കുന്നുവെന്നും അല്ല, ഓരോ വിശ്വാസിയും രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൽ അവനെ കർത്താവ് നിമജ്ജനപ്പെടുത്തി ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർക്കുന്നെന്നും വ്യാഖ്യാനമുണ്ട്. രണ്ടായാലും തകരാറൊന്നുമില്ല. എന്നാൽ അഗ്നിസ്നാനം ഒരിക്കലും വിശ്വാസിക്കില്ല. ആരും തെറ്റായി ചിന്തിക്കരുത്, പ്രതീക്ഷിക്കരുത്. രക്ഷിക്കപ്പെട്ട ഒരുവൻ 10,000 കൊല്ലം പ്രാർത്ഥിച്ചാലും സ്നേഹനിധിയായ ദൈവം അവൻ അഗ്നിസ്നാനം നൽകുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെടാത്തവന് കാലാന്ത്യത്തിൽ, യുഗാന്ത്യത്തിൽ, ദൈവസഭ എടുക്കപ്പെട്ട ശേഷം 1000 ആണ്ട് വാഴ്ചയുടെ അന്ത്യഭാഗത്തിൽ കർത്താവ് യെരൂശലേമിൽ വെച്ച് അക്ഷരീയമായ വെള്ളസിംഹാസനം സ്ഥാപിക്കുകയും ആ വെള്ളസിംഹാസനം മുമ്പാകെ രക്ഷിക്കപ്പെടാത്തവരുടെ ആത്മാക്കൾ ഉയർത്തെഴുന്നേൽക്കുകയും അവരാപാലവൃത്തം അവരുടെ പ്രവൃത്തിയെ പരിശോധിക്കപ്പെടുകയും അവരുടെ പേര് ജീവസ്വരുണ്ടോ എന്ന് തീരുമാനിക്കപ്പെടുകയും ഇല്ല എന്നവരെ ബോധ്യപ്പെടുത്തിയ ശേഷം നിത്യ നരകാഗ്നിയിലേക്ക് അവരെ എറിഞ്ഞുകളയുകയും ചെയ്യും. അവിടെ കർത്താവ് പറഞ്ഞു, അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല, എല്ലാവരും തീയാൽ ഉപ്പിടപ്പെടും. നിത്യ നരകാഗ്നിയിലേക്ക് പാപിയായ മനുഷ്യനെ നിത്യമായി ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന അതിഭയാനകമായ അനുഭവമാണ് അഗ്നിസ്നാനം. ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കുക. വചനം വളരെ തെളിവായി തന്നെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചില പ്രജുഡീസസ് ഡോക്ടറിൻ സംബന്ധിച്ച് മനസ്സിൽ താലോലിക്കുന്ന ആളുകൾക്കാണ് ഈ വക കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര പരിജ്ഞാനം ഇല്ലാത്തത്. നിങ്ങൾക്ക് ഈ വിഷയം സംബന്ധിച്ച് തുടർന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ 9995715708. അത് വാട്സാപ്പ് നമ്പറുമാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ 9995715708 നിങ്ങൾ എഴുതിയിടുക. ഒന്നിൽ വോയിസ് ഇടുക, അല്ലെങ്കിൽ എഴുതിയിടുക. ഞാൻ നിങ്ങൾക്ക് കൃത്യമായി എത്ര പ്രാവശ്യം വേണമെങ്കിലും മറുപടി തരുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രോം ഇടയാറുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.